الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله وإن تبتم فلكم رؤوس أموالكم لا تظلمون ولا تظلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുവാനുള്ള ഈമാനും തൗഫീഖും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനപൂർണമായ ഒരു ജീവിതത്തെ വാഗ്ദാനം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നതോടുകൂടി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിർഭയത്വവുമുള്ള ഒരു ജീവിതം അയാൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചതുകൊണ്ട് സമൂഹത്തിൽ തരം താഴ്ന്നവനായി ഒരിക്കലും ഒരു വിശ്വാസി മാറുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചതുകൊണ്ട് ഗതികെട്ടവനായി ഒരു സമൂഹത്തിൽ ഒരു വിശ്വാസി ജീവിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ പ്രത്യേകതയാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ സമൂഹം പലപ്പോഴും പലിശയിൽ മുങ്ങിത്താഴുകയും പലിശയുമായി പല രംഗത്തും ബന്ധപ്പെടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം നിഷിദ്ധമാക്കിയ തിന്മകളുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് ദോഷവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവുന്ന പാപങ്ങളെ വിലക്കുകയും അരുതേ എന്ന് ശാസിക്കുകയും ശക്തമായ താക്കീതുകൾ പറയുകയും ചെയ്തിട്ടുള്ള ഒരു തിന്മയാണ് പലിശ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പലിശ നിഷിദ്ധമാക്കപ്പെടാനുള്ള കാരണം? അതിന്റെ ഒരു സാമൂഹിക മാനം എന്താണ്? പണക്കാരനെന്നും പണക്കാരനായി മാറാനും പാഴ്പ്പെട്ടവനെന്നും പിഴിയപ്പെടാനും കാരണമാകുന്ന സാമ്പത്തികമായ അസമത്വം സൃഷ്ടിക്കുന്ന
സാമൂഹിക തിന്മകൾക്ക് കാരണമാകുന്ന ഒന്നാണ് പലിശ എന്ന് പറയുന്നത്. കൊല്ലും കൊലപാതകവും അടക്കമുള്ള തിന്മകൾ, മോഷണവും ചൂഷണവും അടക്കമുള്ള തിന്മകൾ പെരുകാൻ പലിശ എന്ന് പറയുന്ന വ്യവസ്ഥിതി കാരണമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്ന ഒരു പാപമായതിനാൽ അള്ളാഹു അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സമൂഹത്തിൽ ചില മനുഷ്യർ സുഖലോലുപന്മാരായി മാറാനും യാതൊരു ജോലിക്കും പോവാത്ത വിധം, ഒരു സമൂഹത്തിൽ നിർമ്മാണാത്മകമായ ഒന്നും ഇല്ലാത്ത വിധം ഒരു സമൂഹത്തിൽ അരാജകത്വമുണ്ടാവാനും അത് കാരണമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വ്യക്തികൾ തമ്മിൽ ജീവിക്കേണ്ടത് പരസ്പരം കൊണ്ടും കൊടുത്തും സഹവർത്തിച്ചും സഹകരിച്ചുമാണ്. എന്നാൽ ആ മനോഭാവത്തെ തീർത്തും നിരാകരിക്കുകയും നമുക്കിടയിൽ ശത്രുത വളർത്തുകയും ചെയ്യുന്നു എന്നത് പലിശയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇസ്ലാം അത് നിഷിദ്ധമെന്ന് വിളിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സോഷ്യലിസവും മുതലാളിത്തവും വളരാനും അതോടൊപ്പം തന്നെ കോളനി വാഴ്ചയ്ക്കും ഇത് കാരണമാകുന്നു എന്നുള്ളതുകൊണ്ട് പലിശ പോലെയുള്ള തിന്മകൾ, മുതലാളിത്ത ഭീകരന്മാർ എല്ലാ കാലഘട്ടത്തിലും ഒരു സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് ഇത് കാരണമാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ നിരാകരിച്ചതും നിഷേധിച്ചതും വിലക്കിയതും നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം പലപ്പോഴും ഇതുപോലെയുള്ള വർണ്ണശബളമായ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനും ഉയർന്ന ഒരു ജീവിതത്തെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പലിശ കമ്പനികൾ പല നിലക്കും നമ്മെ വലയം ചെയ്തതായി കാണാൻ സാധിക്കും. ഏതൊരു പ്രശ്നത്തെയും എളുപ്പവഴിയിലൂടെ പരിഹരിക്കാൻ, അധ്വാനമില്ലാതെ പരിഹരിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടുകയും അത് വീട്ടാൻ മാർഗമില്ലെങ്കിൽ പോലും അതിനെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഗതികേട് നമുക്കുണ്ട്. NRI ലോൺ, ഭവന വായ്പാ ലോൺ, വിദ്യാഭ്യാസ ലോൺ, ഗാർഹിക ലോൺ, വിവാഹ ലോൺ, കാറ് വാങ്ങാൻ ലോൺ, ബൈക്ക് വാങ്ങാൻ ലോൺ, പണയപ്പലിശ, കൂട്ടുപലിശ, EMI തുടങ്ങിയ പല സംവിധാനങ്ങളും നമുക്ക് നൽകുന്നത് മോഹന വാഗ്ദാനങ്ങളാണ്. ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ നല്ല ഒരു വാഹനം വേണം, നല്ലൊരു വീട് വേണം. അതിനൊക്കെ എനിക്ക് ഈ പലിശയെ ആശ്രയിച്ചാൽ മറ്റാരുടെ മുമ്പിലും ഞാൻ കൈനീട്ടേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ പലരും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമ്പ്രദായവുമായി ഒരു നിലക്കും ഒരു വിശ്വാസി അടുക്കാൻ പാടില്ലാത്തതാണ് എന്നും 70-ൽ പരം പലിശ സമ്പ്രദായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നും അതിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ വിട്ടുനിൽക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇവിടെ ഖുർആനിലെ സൂറത്തുൽ ബഖറ നമുക്ക് മുമ്പിൽ വെക്കുന്നത് ഈ കൽപ്പനയാണ്. അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയാൻ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനോട് തഖ്വ പാലിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, നിങ്ങൾക്ക് കിട്ടാനുള്ള ഏതൊരു പലിശയെയും അത് നിങ്ങൾ വെടിയണം, നിങ്ങൾ അത് ഉപേക്ഷിക്കണം, ഒഴിവാക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരും സത്യവിശ്വാസികളും ആണ് എങ്കിൽ. അതോടൊപ്പം ഫഇല്ലം തഫഅലു, നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഏർപ്പാട് നിർത്തുന്നില്ല എങ്കിൽ ഫഅ്ദറു ബിഹർബി മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമാണ്. അതുകൊണ്ട് വഇൻ തുബ്തും, നിങ്ങൾ പാപമോചനം തേടിയാൽ ഫലക്കും റൂസു അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ മൂലധനം നിങ്ങൾക്ക് സ്വീകരിക്കാം, അതിന്റെ അപ്പുറത്തുള്ള പലിശ നിങ്ങൾ വാങ്ങാൻ പാടില്ല. ലാ തളിമുന വലാ തുളമൂൻ, നിങ്ങളായിട്ടൊരു മനുഷ്യനെയും ആക്രമിക്കാനോ അനീതി പ്രവർത്തിക്കാനോ പാടില്ല. നിങ്ങളോടാരും നിങ്ങളെ പലിശയുടെ ഇരകളാക്കി മാറ്റി നിങ്ങളോട് അക്രമം പ്രവർത്തിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവാൻ പാടില്ല എന്ന് പലിശയെ സ്വീകരിക്കാനോ പലിശയുമായി
ബന്ധപ്പെടാനോ പാടില്ലാത്ത വിധം ശക്തമായ ഒരു കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നടത്തുകയാണ്. ലാ തഅകുലു റിബ അദ്ആഫ മുളഅഫ, ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ പലിശ വാങ്ങിക്കൊണ്ട് അത് തിന്നരുത്. നമ്മുടെ കാലഘട്ടത്തിലെ ചില സ്ഥാപനങ്ങൾ ഈ പലിശയിൽ അധിഷ്ഠിതമാണ്. പല സംവിധാനങ്ങളും പലിശയിൽ അധിഷ്ഠിതമാണ്. ഇരട്ടി പലിശ മനുഷ്യരുടെ കൈകളിൽ നിന്ന് വാങ്ങുന്ന ഏർപ്പാട് നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ കത്തിയാളുന്ന നരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഈ ആയത്തിന്റെ ബാക്കി അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് നിങ്ങൾ പലിശയിൽ നിന്ന് വിട്ടുനിന്നാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങളുടെ ഉപജീവനത്തിലും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് 7 വാനങ്ങൾക്ക് മുകളിൽ നിന്ന് ഖജനാവിന്റെ ഉടമസ്ഥൻ നൽകുന്ന വാഗ്ദാനമാണ്. ജീവിതത്തിലെ അല്ലലുകൾക്ക് പരിഹാരം, അലട്ടലുകൾക്ക് പരിഹാരം, റഹ്മത്തും ബർക്കത്തും ഇല്ലാത്ത അവസ്ഥകൾക്ക് പരിഹാരം പലിശയിൽ നിന്ന് വിട്ടുനിൽക്കലാണ്, പലിശയുമായി ബന്ധപ്പെടലല്ല. അതുകൊണ്ട് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ ഈ കൽപ്പന നിങ്ങൾ പാലിക്കണമെന്നാണ് പലിശയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അഹല്ലല്ലാഹുൽ ബൈഅ, ഏത് കച്ചവടവുമാവാം. സമൂഹ ശ്രേണിയിൽ ഉപജീവനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ കച്ചവടങ്ങളെ ആശ്രയിക്കുന്നവരും അതുവഴി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുമാണ് നാം. കച്ചവടം എന്ന് പറയുന്ന ഏർപ്പാടിനെ ഖുർആൻ പ്രശംസിച്ച ഒരു ഉപജീവന മാർഗമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഹറമ റിബ, പലിശ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. വാങ്ങിയ തുകയേക്കാൾ അധികം നൽകണമെന്ന വ്യവസ്ഥയോടുകൂടി അവധി നിശ്ചയിച്ച് നൽകപ്പെടുന്ന കടത്തിന്റെ പേരാണ് പലിശ എന്ന് പറയുന്നത്. ഉപജീവന രംഗത്ത് വാഹനം വിൽപ്പന നടത്തുന്നിടത്താണെങ്കിലും വീട് വിൽക്കുന്നിടത്താണെങ്കിലും വീട് വാങ്ങുന്നിടത്താണെങ്കിലും പലിശയുമായി ഏത് ലോൺ എടുക്കുന്ന വിഷയത്തിലാണെങ്കിലും പലിശ എന്ന് പറയുന്ന സമ്പ്രദായം അതിലുണ്ടോ? അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. കാരണം വഹറമ, അല്ലാഹു നിങ്ങളോട് ഇത് ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. പലിശയുമായി ബന്ധപ്പെടുന്ന ഏതൊരു നിലക്കും ഇനി അതിന്റെ ഏർപ്പാടിലൂടെ ഉപജീവനം കണ്ടെത്തുക എന്ന് മാത്രമല്ല, ലഅന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു ആക്കില റിബ, പലിശ തിന്നുന്നവന്, പലിശയെ ഉപജീവന മാർഗമാക്കിയവന്, പലിശ കൊണ്ട് കുടുംബം പുലർത്തുന്നവന്, വമുക്കിലഹു, അത് തീറ്റിപ്പിക്കുന്നവനെയും തന്റെ ആശ്രിതരെയും തന്റെ വീട്ടുകാരെയും തന്റെ അടുത്ത കുടുംബങ്ങളെയും പലിശ തീറ്റിക്കുന്നവനെയും അല്ലാഹു ആ നിലക്ക് ശപിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. മാത്രമല്ല വകാതിബഹു, അതിന്റെ എഴുത്തുകുത്തുകൾ നടത്തുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് ആ വ്യവസ്ഥിതിയെ സ്നേഹിക്കുന്നവരും അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവരും അതിനെ ജീവിത മാർഗമായി സ്വീകരിച്ചവരുമാണ്. അതിനു വേണ്ടി പേനയെന്തുന്ന ആളുകൾ പോലും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാണ്. വശാഹിദൈഹി, അതിന് സാക്ഷി നിന്നുകൊടുത്ത് തന്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് തന്റെ വീടിന്റെ ആധാരം കൊടുത്ത് ഇതിനോട് ചേർന്ന് നിന്ന് അത്തരം വ്യവസ്ഥിതികളോട് താദാത്മ്യപ്പെടുന്ന ആളുകളും അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പൂർണ്ണമായും പരിശോധിച്ചു. കുഫർ കഴിഞ്ഞാൽ, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം പലിശയാണ് എന്ന് ഞാൻ കണ്ടെത്തുന്നു. പലിശയേക്കാൾ വലിയ ഗൗരവം പറഞ്ഞ മറ്റൊരു തിന്മ കുഫറിനും ശിർക്കിനും ശേഷം പരിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ. അള്ളാഹു ഈ തിന്മയെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഹജ്ജത്തുൽ വിദാഇൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്. റിബൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ അടയാളമായ പലിശയുണ്ടല്ലോ, മൗലൂൻ തഹ്ത ഖദമി റിജ്ലി, എന്റെ കാലിന്റെ ചുവട്ടിലിട്ട് പലിശ സമ്പ്രദായത്തെ ഞാൻ ചവിട്ടി മെതിച്ചിരിക്കുന്നു. എന്റെ ഉമ്മത്ത് ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് വിടവാങ്ങൽ പ്രസംഗത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തിന്മയാണ് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ ഇടപാടുകളുമായി ബന്ധപ്പെടാൻ ഒരു വിശ്വാസി പാടില്ലാത്തതാണ്. പലപ്പോഴും കടമിടപാടുകളിൽ ഇത്തരം
വട്ടി പലിശ കമ്പനികളെയും ബാങ്ക് സ്ഥാപനങ്ങളെയും സമീപിക്കുകയും താൻ കടമെടുക്കുമ്പോ പിന്നീട് പലിശ വരുന്ന രീതിയിലുള്ള കടമിടപാടുകളുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാം. വാഹനം ഒരുമിച്ച് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ആവശ്യമാണ് വാഹനം വാങ്ങുക എന്നുള്ളത്, അതുകൊണ്ട് പലിശയുമായി ഞാൻ ബന്ധപ്പെട്ടു എന്നത് എനിക്ക് താൽക്കാലികമായി അതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നാണ് പല ആളുകളും ന്യായീകരണങ്ങൾ പറയാറുള്ളത്. തന്റെ കൈയിലുള്ള പണത്തിനനുസരിച്ച് അതിലൊതുങ്ങി ഹറാമായ വഴികളെ തെരഞ്ഞെടുക്കാതെ ജീവിത സൗകര്യത്തെ കണ്ടെത്താനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പട്ടിണി കിടന്ന് ബോധം കെട്ട് വീണപ്പോഴും പലിശയെ ആശ്രയിച്ചിട്ടില്ല. മരുഭൂമിയിലൂടെ കാൽപാദങ്ങൾ വെന്തുവേവുന്ന മണം അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഒരു പലിശയിലൂടെ ഹറാമായ വഴിയിലൂടെ ജീവിതത്തിൽ ഒരു വാഹനത്തിന് വേണ്ടി അലഞ്ഞു നടന്നിട്ടില്ല സ്വഹാബത്ത്. വിശന്നു പൊരിഞ്ഞ് ബോധം വീണ ചരിത്രങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര പട്ടിണി കിടന്നാലും എത്ര ജീവിത സൗകര്യം കുറഞ്ഞു പോയാലും ശരി, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു തിന്മയെ ഞാൻ ആശ്രയിക്കുകയില്ല എന്നതാണ് സ്വഹാബത്ത് അവരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് മറ്റു എന്തെല്ലാം വഴികളിലൂടെ ഇനി തനിക്ക് കടം കൊടുത്ത് വീട്ടാൻ സാധിക്കുന്നതാണെങ്കിൽ, ആരുടെ അടുക്കലെങ്കിലും നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും അവൻ വാഹനം വാങ്ങുന്നു എന്നതല്ലാതെ പലിശയുമായി ആശ്രയിക്കാൻ പാടില്ല. ഇതെന്തുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ ആദ്യം മോളെ കെട്ടിക്കണമെന്നാണോ, വാഹനം വാങ്ങണമെന്നാണോ, വീട് വെക്കണമെന്നാണോ, വിദ്യാഭ്യാസ വായ്പ വേണമെന്നാണോ, എങ്കിൽ ആദ്യം തന്നെ ഇതുപോലെയുള്ള പലിശയെ കുറിച്ച് ഒന്നാമതായി ആലോചിക്കുന്ന മാനസികാവസ്ഥയാണ് പല ആളുകൾക്കും ഉള്ളത്. അള്ളാഹു അതിശക്തമായി പാടില്ലെന്ന് പറഞ്ഞ ഒന്നാണ്. വീട് വെക്കുന്നിടത്തും നമുക്ക് ഈ നിലപാടുകൾ കാണാം. ബിസിനസ്സുകൾ തന്റെ കുടുംബം പുലർന്നു പോവാൻ ആവശ്യത്തിന് പണവും ഉപജീവന വഴിയുമുണ്ട്. എന്നാൽ തനിക്ക് അതിലും വലിയ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് സാമ്പത്തിക തിന്മകളുടെ വഴിയിലൂടെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളും ഇതുപോലെ പലിശയുടെ ഇരകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലിശ കിട്ടാൻ വേണ്ടി മാത്രം ഒരു വീട് കച്ചവടം നടന്നാൽ, ഒരു സ്ഥലം കച്ചവടം നടന്നാൽ, മറ്റേതെങ്കിലും വസ്തുക്കളുടെ കച്ചവടം നടന്നാൽ, ലക്ഷക്കണക്കിന് രൂപ കൈകളിൽ വന്നാൽ അത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ പലിശയിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചക തിരുമേനി പറഞ്ഞത് ദിർഹമുൻ മിനർ റിബ, ആരാണോ പലിശയുടെ പണം കൊണ്ട് ഒരു ദിർഹം താൻ ഭക്ഷിക്കുന്നത് ഒരാൾ തിന്നാൽ 36 സ്ത്രീകളെ വ്യഭിചരിച്ച പാപത്തോളം വരുന്നതാണ് ഒരു ദിർഹം പലിശയുമായി ബന്ധപ്പെടുകയും അത് തിന്നുകയും ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ വ്യഭിചാരം എത്രമേൽ വലിയ പാപമാണ്. വ്യഭിചാരം ഒരാളുടെ മുഖം നഷ്ടപ്പെടുത്തും, വ്യഭിചാരം ഒരാളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും, ഒരാളുടെ വ്യക്തിപ്രഭാവത്തെ നഷ്ടപ്പെടുത്തും. സമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും കൊള്ളരുതാത്തവനായി ചിത്രീകരിക്കപ്പെടുന്ന പാപമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. എന്നാൽ പലിശയാവട്ടെ 36 സ്ത്രീകളെ വ്യഭിചരിച്ചതിനേക്കാൾ വലിയ പാപമാണെങ്കിൽ പള്ളി സെക്രട്ടറിയായും പള്ളി പ്രസിഡന്റായും സമൂഹത്തിലെ മാന്യന്മാരായി ജീവിക്കുമ്പോഴും അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ അധമന്മാരിൽ അധമൻ എന്നുള്ളതാണ് അവനെ കുറിച്ച് നാം പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് 36ഓളം സ്ത്രീകളെ വ്യഭിചരിക്കുക എന്ന തിന്മ വഴി ഒരു കുടുംബത്തെ കൊണ്ടുപോവേണ്ട ഗതികേട് ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മോളെ കെട്ടിക്കണം, എന്നിട്ട് അതിനുവേണ്ടി പലിശയെ ആശ്രയിക്കുന്ന മനുഷ്യരെ കാണാം. സ്വർണം വാങ്ങണം, സ്വർണത്തിന് വേണ്ടി സ്വർണ്ണ കച്ചവടത്തിന്റെ വിഷയത്തിൽ റിബൽ ഫളലും റിബൽ നസീഅയുടെ 2 പ്രയോഗങ്ങൾ പലിശയുടെ വിഷയത്തിൽ, അതായത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം വാങ്ങിക്കൊണ്ടോ അതല്ലെങ്കിൽ കൊടുക്കുന്ന വസ്തുവിനേക്കാൾ കൂടുതൽ വസ്തു ഈടാക്കിക്കൊണ്ടോ ഉള്ള രീതിയിലുള്ള റിബൽ ഫളലിനെ നമുക്ക് കാണാം. ഇപ്പൊ കച്ചവടത്തില് സ്വർണ്ണ കച്ചവടം നടത്തുന്നിടത്ത് എന്നുള്ളതാണ്. അതായത് കൈക്ക് പണം കൊടുത്ത് കൈക്ക് പണം ആ സ്വർണം സ്വീകരിക്കുക എന്ന കച്ചവടം മാത്രമേ ഇസ്ലാമിൽ പാടുള്ളൂ. സ്വർണ്ണ കച്ചവടത്തിന്റെ പേരിൽ പിന്നീട് തവണകളായി നൽകാമെന്ന സ്വർണത്തിന്റെ വിഷയത്തിൽ പല ആളുകളും ആശ്രയിക്കുന്നു കാണാം. ഈ പണം കൊണ്ട് കച്ചവടം നടത്തുമ്പോഴും ബാർലി കൊണ്ടും ഈത്തപ്പഴം കൊണ്ടും എന്ന ഒരേ വസ്തുവിനെ
കച്ചവടം നടത്തുന്ന സ്ഥലത്താവട്ടെ, പണം കൊടുത്ത് സ്വർണം വാങ്ങുന്ന വിഷയങ്ങളിലാവട്ടെ, യദംബിയതും ഇസ്ലംബി മിസ്ലും, എത്ര അളവാണോ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇപ്പൊ സ്വർണം, പഴയ സ്വർണം എത്ര തൂക്കമാണോ കൊടുക്കുന്നത് അത്രയും തൂക്കം പുതിയ സ്വർണം കൊടുത്തിരിക്കണം എന്നതാണ്. പഴയ സ്വർണത്തിന് വില കുറക്കുകയും പുതിയ സ്വർണത്തിന് വില കൂട്ടുകയും ചെയ്യുന്നത് ഹറാമായ കച്ചവടമാണ്. അത്രത്തോളം നാം സ്വർണ്ണ കച്ചവടത്തിന്റെ വിഷയത്തിൽ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓൺ ദ സ്പോട്ടിൽ കൊടുത്ത് ഓൺ ദ സ്പോട്ടിൽ വാങ്ങുക എന്ന കച്ചവടം മാത്രമേ സ്വർണത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ളൂ. അതിനപ്പുറത്ത് പലപ്പോഴും തവണകളായി സ്വർണം കടകളിൽ നിന്ന് പണം അല്പം കൊടുത്ത് പിന്നീട് അടച്ചുപൂട്ടുന്ന രീതിയിലുള്ള സ്വർണ്ണ കച്ചവടങ്ങൾ ഹറാമായ കച്ചവടമാണ് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിവിധ ഇൻഷുറൻസുകളിലൂടെ, കുടുംബശ്രീ പദ്ധതികളിലൂടെ, അയൽക്കൂട്ടങ്ങളിലൂടെ, പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിലൂടെ, LICയുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളിൽ, അതേപോലെ തന്നെ പണയം വെക്കുന്നിടത്ത് സ്വർണമാവട്ടെ, വീടിന്റെ ആധാരമാവട്ടെ, വാഹനത്തിന്റെ പേപ്പറുകളാവട്ടെ, സാലറി സർട്ടിഫിക്കറ്റുകളാവട്ടെ, പണയം വെച്ചുകൊണ്ട് പലപ്പോഴും പലിശ ഇടപാടുകളുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അതിശക്തമായി വിലക്കിയ സബഉൽ മൂബിഖാത്ത് എന്ന വിനാശകരമായ നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന 7 വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് പലിശയുമായി ബന്ധപ്പെടുന്നതിനെ എണ്ണിയിട്ടുള്ളത്. നമുക്ക് നിസ്സാരമെന്ന് തോന്നാം. നിബിധങ്ങൾ പറഞ്ഞു 70ഓളം വരുന്ന വാതിലുകൾ പലിശക്കുണ്ട്, വിവിധ വഴികൾ പലിശയുമായി ബന്ധപ്പെടുന്നിടത്തുണ്ട്. അപ്പൊ നമുക്കറിയാലോ, EMI പോലെ തവണ വ്യവസ്ഥകളിലൂടെ സാധനം എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ വാഷിംഗ് മെഷീൻ ആണെങ്കിലും, ഫ്രിഡ്ജ് ആണെങ്കിലും, ലാപ്ടോപ്പ് ആണെങ്കിലും, ഈ പറയുന്ന തരത്തിലുള്ള ഐഫോണുകളാണെങ്കിലും EMI വ്യവസ്ഥകളിലൂടെ വാങ്ങുന്നവരുണ്ട്. ഒരു പലിശ എന്ന് പറയുന്ന സംവിധാനം പ്രൊസീജിയർ ചാർജ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്നാണ് വിളിക്കുക. ഈ ആദ്യം തന്നെ പലിശ വാങ്ങി വെക്കുകയും പിന്നീട് തവണകൾ മുടങ്ങിയാൽ വീണ്ടും അതിലേക്ക് പലിശ കയറി വരുന്ന ഒരു സമ്പ്രദായം പലിശയിൽ അധിഷ്ഠിതമാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ജീവിത സൗകര്യങ്ങൾ തേടിപ്പോകുന്നവർ ഈ പലിശയുമായി ബന്ധപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അൽഖാ ഫീ റൗഇ, എന്റെ ഖൽബിൽ വന്നിട്ട് ജിബ്രീൽ വന്ന് പറഞ്ഞ ചില വഹയുണ്ട്. ഇന്ന അഹദൻ മിൻകും ലൻ യഖ്റുജന്ന മിനദ് ദുനിയ ഹത്താ യസ്തക്മില റിസ്ഖഹു, അവനവന്റെ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ച ഉപജീവനം വന്നു ചേരാതെ ഒരാളും ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് റൂഹ് ആവാഹിക്കപ്പെടുന്ന സമയത്ത് ഇവന് ലഭിക്കേണ്ട റിസ്ഖിന്റെ തോതും കണക്കും എത്രയെന്ന് വല്ലതീ ഖദ്ദറ, അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ മലക്കുകളാൽ രേഖപ്പെട്ട് കിടക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഉപജീവനം എത്രയാണോ അത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാതെ ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ വേറിട്ട് പോവുകയില്ല, വിട പറയുകയില്ല എന്ന് എന്റെ ഖൽബിൽ വന്നിട്ട് വഹയി തന്നു ജിബ്രീൽ. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഫത്തഖുല്ലാഹ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലൂ ഫിത്വലബ്, നിങ്ങൾ ഉപജീവനം തേടും. ആ തേടുമ്പോൾ ഹറാമായ വഴികളെ നിങ്ങൾ തെരഞ്ഞെടുക്കരുത്, ഹറാമിന്റെ പിന്നാലെ പോവരുത്. അല്ലാഹു നിഷിദ്ധമാക്കിയ ഉപജീവനത്തിന്റെ മാർഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്. ഫൈനസ്തബ്താ അഹദും മിൻകും റിസ്ഖഹു, ആർക്കെങ്കിലും തന്റെ ഉപജീവനം വന്നു ചേരുന്നിടത്ത് എന്തെങ്കിലും ഒരു സാവകാശം നേരിട്ടാൽ അത് കിട്ടാനുള്ള വിഭവങ്ങൾ തടയപ്പെട്ടതല്ല. ആ സമയത്ത് അത്രമാത്രമേ കൈകളിലേക്ക് വന്നു ചേരുകയുള്ളൂ. എന്നാൽ തന്റെ കൈകളിലുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് പാപം ചെയ്ത് അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് നിങ്ങൾ ഉപജീവനത്തിന്റെ മേഖല വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. പടച്ച റബ്ബിനോട് പാപം ചെയ്തവന്റെ ഉപജീവനത്തിൽ ഒരു ഫളലും അല്ലാഹു നേടിത്തരികയോ ഉണ്ടാക്കി നൽകുകയോ ഇല്ല എന്നാണ്. വീട്ടിലാവട്ടെ, പലിശയുടെ വീട്ടിലാണെങ്കിൽ, പലിശയുടെ കട്ടകളാണ് എങ്കിൽ, പലിശയുടെ സിമന്റ് ആണ് എങ്കിൽ അല്ലാഹുവിനാൽ ഒരു ഫളലും അല്ലാഹുവിനാൽ ഒരു ബറക്കത്തും അല്ലാഹുവിനാൽ ഒരു റഹ്മത്തും ആ വീട്ടിലില്ല. അവൻ യാത്ര ചെയ്യുന്നത് പലിശയുടെ വാഹനത്തിലാണെങ്കിൽ പടച്ച റബ്ബിനാൽ ഒരു ഫളലും അല്ലാഹുവിനാൽ ഒരു ബറക്കത്തും അല്ലാഹുവിനാൽ ഒരു റഹ്മത്തും ഇല്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, പലിശയുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും.
അതേപോലെ തന്നെ റിബ എന്നത് യംഹുൽ ബറകാത്താണ്, ബറക്കത്തുകളെ മായ്ച്ചു കളയും പലിശ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കു ജിബ്രീൽ അഷ്റഫുൽ ഖൽഖിനോട് പറയാൻ, ചെവിയിൽ വന്നിട്ട് ഖൽബിലേക്ക് ആ വഹയിനെ കൈമാറി കൊടുക്കാൻ, നിങ്ങൾക്ക് ഉപജീവനം വേണോ, ജീവിത പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരം വേണോ, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു വഴികളെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. മിഅ്റാജ് യാത്രയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ആളുകളെ കാണിക്കപ്പെട്ടു. അവരുടെ ഉദരഭിത്തികൾ വീർത്തു പൊട്ടുമാറ് വലിയ വയറുകൾ കാണപ്പെട്ടു. ചിലത് വിണ്ടു കീറിയിട്ടുണ്ട്, ആടിയുലയുന്നുണ്ട്. എഴുന്നേറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ആ മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നത് കാണിക്കപ്പെട്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീലിനാൽ നൽകപ്പെട്ട മറുപടി അത് പലിശയുമായി ബന്ധപ്പെട്ട പലിശയുടെ സമ്പത്ത് തന്ന ആളുകളാണ് എന്നതാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ നൂറ്റാണ്ടുകളോളം കഴിയേണ്ടി വരും എന്ന് ഉറപ്പുള്ള ലോകമാണ് ബർസഖിന്റെ ലോകം. രക്തത്തിന്റെ അരുവിയിൽ, നദിയിൽ ചില മനുഷ്യർ മുങ്ങിത്താഴുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. അവരെ പുറത്തു നിന്ന് കല്ലെറിഞ്ഞ് ശ്വാസം മുട്ടിച്ച് വീണ്ടും അവർ ശിക്ഷിക്കപ്പെടുന്നതായി കണ്ടു. ആരാണ് പ്രവാചകരെ ബർസഖിന്റെ ലോകത്ത് ആരാണ് ഈ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടും ചോദിച്ചപ്പോൾ അവർ പലിശ തിന്നുന്ന, പലിശയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നതാണ്. സുഹൃത്തുക്കളെ, എന്ത് നിർഭയത്വമാണ് മരണം തൊണ്ടക്കുഴിയിലെത്തി ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ നമുക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് പടച്ച റബ്ബ് തന്നതിൽ പൊരുത്തപ്പെട്ടും തൃപ്തിപ്പെട്ടും ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിശ്വാസികളെയും മുശ്രിക്കുകളെയും ചൂണ്ടി അവരുടെ സംസ്കാരമാണ് പലിശയുമായി ബന്ധപ്പെടൽ. ജൂതന്മാരെ ചൂണ്ടി അവരോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫബിദുൽമിൻ മിനല്ലദീന ഹാദു, ജൂതന്മാർ ചെയ്ത അക്രമം എന്താണ്? അവർ ചെയ്ത അക്രമം അവർ പലിശ വ്യവസ്ഥയെ സ്വീകരിച്ചു. അവരോട് വിലക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നിഷേധിച്ചു എന്ന് പൂർവ്വകാല ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥിതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടവനല്ല ഒരു മുസൽമാൻ, അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടവനാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ തന്ന ഹലാലിൽ എന്റെ ജീവിതത്തെ പരിമിതപ്പെടുത്താൻ എനിക്ക് നീ തൗഫീഖ് തരണമേ. നീ നിഷിദ്ധമാക്കിയ വഴികളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടില്ലാത്ത വിധം എന്റെ ജീവിതത്തിൽ എനിക്ക് സംതൃപ്തി തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ്. വിരക്തി എന്ന് പറയുന്നത് പരലോക പുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ രാജാക്കന്മാരെ നമുക്ക് കാണാം. ജീവിത സൗകര്യങ്ങൾ കൊണ്ട് രാജ്യം ഭരിച്ച രാജാക്കന്മാർ. എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മനുഷ്യരിൽ ശ്രേഷ്ഠരായിട്ടും ആ രാജാക്കന്മാരുടെ പദവിയിലേക്ക് അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരാതിരുന്നത് എന്നതിന്റെ ആയത്തിന്റെ വായനയിൽ സൂറത്തു ഹജ്ജിൽ നമുക്ക് കാണാം. അഷ്റഫുൽ ഖൽഖിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ എനിക്ക് ഒരു മിസ്കീനായി ജീവിച്ചാൽ മതി. അള്ളാഹുവേ, ഒരുപാട് സമ്പത്ത് വന്നു ചേർന്ന് ആ കിട്ടിയതിനൊക്കെ നാളെ പരലോകത്ത് സമാധാനം പറയേണ്ട ഒരു ഗതികേടില്ലാത്ത വിധം പടച്ച റബ്ബേ, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു ചെറിയ ജീവിതം എനിക്ക് മതി എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രവാചക തിരുമേനിയുടെ അനുയായികൾ ജീവിത സൗകര്യത്തെ താൽക്കാലികമായ ദുനിയാവിന് വേണ്ടി മെച്ചപ്പെടുത്തി സാമ്പത്തിക തിന്മകളുടെ വഴികളെ ആശ്രയിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് പരലോകമാണ് എന്ന് നാം തിരിച്ചറിയാൻ സാധിക്കണം. പരലോകത്ത് എഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യൻ അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന മനുഷ്യർ, അവർ ലാ യഖൂമൂന ഇല്ലാ കമാ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്ന, പിശാച് ബാധ ഏറ്റു മറിഞ്ഞു വീഴുന്നത് പോലെ എഴുന്നേറ്റിട്ടല്ലാതെ ആഖിറത്തിലേക്ക് പരലോക കോടതിയിലേക്ക് വന്നെത്തുകയില്ല എന്നാണ്. ഖബറിൽ നിന്ന്, ശ്മശാനത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ പിന്നീട് നടക്കാൻ കഴിയാതെ വേച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്കെത്തുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദുനിയാവല്ല ആഖിറമാണ് ശാശ്വതം. വലില്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചവരാണ് നമ്മൾ. ആഖിറത്തെ നഷ്ടപ്പെടുത്തി ദുനിയാവിൽ ഒന്നും നമുക്ക് നേടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم.
സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. സാമ്പത്തിക രംഗത്ത് പലിശ പോലെയുള്ള തിന്മകൾ സംഭവിച്ചു പോയാൽ അതുവഴി ദൂരവ്യാപകമായ വ്യത്യസ്തങ്ങളായ പരിക്കുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതിലൊന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ല ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏത് ശരീരത്തിലെ മാംസമാണോ, രക്തമാണോ ഊട്ടപ്പെട്ടത്, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു തിന്മയുടെ വഴിയിലൂടെ അവനെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകമാണ് എന്നതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ മുഴച്ചു പോകുന്ന മാംസം അത് ഹറാമായ ഉപജീവനത്തിലൂടെ അല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യക്കും പ്രായം ചെന്ന മാതാപിതാക്കൾക്കും ഹറാമിന്റെ വഴിയിലൂടെ ഉപജീവനം എത്തിച്ചു കൊടുത്ത് നാം അവരെയും ഇത് തീറ്റിക്കുമ്പോൾ ഇതിന്റെ വിഷയത്തിൽ എത്രത്തോളം ഇവരൊക്കെ നാളെ ആഖിറത്തിൽ ഇരയായി പോകുമോ എന്ന വിഷയം നാം ഭയപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടാനും അതോടൊപ്പം ഒരു മാന്യമായ ഉപജീവനം കണ്ടെത്താനും നമുക്ക് സാധിക്കണം എന്നതാണ്. നോക്കൂ, നിങ്ങൾ യാത്രയുടെ കെടുതി അനുഭവിച്ച് മുടികൾ ജടപിടിച്ച് ശരീരത്തിൽ ആസകലം പൊടിപുരണ്ട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ ചൂണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ യഖൂലുൽ അബ്ദു യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മത്അമുഹു ഹറാം, ഹറാമിന്റെ ഭക്ഷണം, വമശ്റബുഹു ഹറാം, ഹറാമിന്റെ പാനീയം, വമൽബസുഹു ഹറാം, ഹറാമിന്റെ വസ്ത്രം. അന്നാ യുസ്തജാബു ലഹു അന്നഹു ഗുദിയ ഫിൽ ഹറാം, ശരീരം പൂർണ്ണമായി ഊട്ടപ്പെട്ടത് തന്നെ ഈ ഹറാമിനാലാണ് എങ്കിൽ എങ്ങനെയാണ് ഉത്തരം കൊടുക്കാൻ? അതുകൊണ്ട് നാളെ ആഖിറമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞില്ല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് റസൂലിനെ അനുസരിച്ച് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് വന്നു ചേരും. യസീദു മിൻ ഫളലിഹി, അള്ളാഹുവിന്റെ ഫളലിനെ അവൻ വർദ്ധിപ്പിച്ചു തരും. അത് ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. നമുക്ക് വീട് വെക്കാൻ സൗകര്യപ്പെടുന്ന ഒരു സംവിധാനം വേണം, സംശയമൊന്നുമില്ല. പക്ഷെ വാടക വീട്ടിൽ താമസിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ നരകത്തിൽ പോകില്ല, അയാൾക്ക് സ്വർഗം നഷ്ടപ്പെടില്ല. എന്നിരുന്നാൽ പോലും എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയ ഒരു വഴിയെ ഞാൻ തെരഞ്ഞെടുക്കില്ലെന്ന് തീരുമാനിച്ചാൽ അയാൾ പോലും അറിയാത്ത രീതിയിൽ അയാൾക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ സഹവർത്തിത്വം എന്ന് പറഞ്ഞില്ലേ, പണമുള്ള ആളുകൾ ഈ പാവപ്പെട്ട ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സഹായിക്കാനുള്ള വ്യവസ്ഥ അള്ളാഹു കൊണ്ടുവരും. ഞാൻ പലിശയുമായി ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞ് 5 നേരവും നമസ്കരിച്ച് സാമ്പത്തിക തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതുകൊണ്ട് അയാൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അയാൾക്കുള്ള ഉപജീവനങ്ങൾ, ഉപജീവനം എന്ന് പറഞ്ഞാൽ വീടാണ്, വസ്ത്രമാണ്, ഭക്ഷണമാണ്, ജീവിത സൗകര്യങ്ങളാണ്, അടിസ്ഥാന ആവശ്യങ്ങളാണ്, അത് കൊണ്ടുവന്ന് തരാം എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. എല്ലാ കുതുസതയിൽ നിന്നും എല്ലാ വേലിക്കെട്ടുകളിൽ നിന്നും ഒരു തുറവി അയാൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ എന്റെ റബ്ബിന്റെ കൽപ്പന നിഷേധിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു തിന്മയുടെ മാർഗം തെരഞ്ഞെടുക്കില്ലെന്ന് പറയുന്നവർക്കാണ് അള്ളാഹു ഇത് വാഗ്ദാനം ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള വിവേകം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ നിരവധി പാപങ്ങളുണ്ട്. അള്ളാഹു നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വന്നുപോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് പാപമോചനം തേടി പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വീട്ടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഇത്തരം വ്യവസ്ഥതയോട് 100% അകലം പാലിക്കാമെന്ന് അള്ളാഹുവിനോട് വാക്ക് കൊടുത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കടം വീട്ടിത്തരും. അള്ളാഹുവാണ് മൗല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് കരളുരുകി ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം.
അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ശാരീരിക രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ അസുഖങ്ങളിൽ നിന്നും പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. മഹാമാരികളും മാറാ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത്തരം പരീക്ഷണങ്ങൾ വരാത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർ ഇന്ന് ബർസഖിന്റെ ലോകത്താണ്. അള്ളാഹുവെ, അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അവർക്ക് നീ പുറത്തു മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. സാമ്പത്തിക രംഗത്ത് ഞങ്ങളുടെ ഉപജീവനത്തിലും ജോലിയിലും കൂലിയിലും നിന്റെ അനുഗ്രഹവും കാരുണ്യവും വർഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ.